ഫ്രണ്ട്സ്, എല്ലാവർക്കും അമൃത് DG മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൃത് സുനിൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് മീൻ ചന്തയിലെ കല്യാണം എന്ന കഥയാണ്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. അംബേദ്കറുടെ കല്യാണം തീർച്ചപ്പെടുത്തി. രമാഫായിയാണ് വധു. റെയിൽവേ കോളനിയിൽ താമസിക്കുന്ന സാധുവായ ചുമട്ടുകാരൻ്റെ മകൾ. താഴ്ന്ന ജാതിയിൽ ജനിച്ച ആളാണല്ലോ അംബേദ്കർ. അതുകൊണ്ട് അവർക്ക് ക്ഷേത്രത്തിൽ വെച്ചോ ആശ്രമ പരിസരത്ത് വെച്ചോ മുറ്റത്ത് പന്തലിട്ടോ കല്യാണം കഴിക്കാൻ അനുവാദമില്ലല്ലോ. അംബേദ്കറുടെ വിവാഹം നടത്താനായി ഒരു മീൻ ചന്ത കണ്ടുപിടിച്ചു. പകലൊക്കെ അവിടെ കച്ചവടം നടക്കുന്നത് കൊണ്ട് രാത്രി അവിടെ കല്യാണം നടത്താൻ ബന്ധുക്കൾ തീരുമാനിച്ചു. ദിവസം വരനും കൂട്ടരും നേരത്തെ എത്തി. അവർ ചന്തയുടെ ഒരു മൂലയിൽ ഇരുപ്പുറപ്പിച്ചു. കുറെ കഴിഞ്ഞ് വധുവും കൂട്ടരും എത്തി. അവിടെ മീൻ വിൽക്കാൻ കെട്ടിപ്പൊക്കിയിരുന്ന കരിങ്കൽ ഫെദ്ദയിൽ അവരെല്ലാവരും ഇരുന്നു. വധുവിനെയും വരനെയും മറ്റൊരു കരിങ്കൽ തറയിൽ ഇരുത്തി. കതിർ മണ്ഡപം കരിങ്കൽ തറയായി. കരിങ്കൽ തറയുടെ താഴെയുള്ള ഓടയിലൂടെ മത്സ്യഗന്ധം കലർന്ന അഴുക്ക് വെള്ളം അവരുടെ കാലുകളെ തഴുകി ഒഴുകിക്കൊണ്ടിരുന്നു. ആകാശത്തിന് മുകളിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. അവ കൗതുകത്തോടെ ആ രംഗം നോക്കിക്കണ്ടു. അടുത്തുള്ള വൃക്ഷത്തിലിരുന്ന് രാക്കിളികൾ പാടി. അംബേദ്കറും രമാഫായിയും വിവാഹിതരായി. അപ്പോഴേക്കും കിഴക്കേ ചക്രവാളത്തിൽ വെളിച്ചത്തിന്റെ പൊൻകതിരുകൾ കണ്ടു തുടങ്ങി. ദൂരെ നിന്നും ഉച്ചത്തിലുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട്. മുക്കവ സ്ത്രീകളാണ്. രാവിലെ വിൽക്കാനുള്ള മീനുമായി അവർ എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും വിവാഹത്തിനെത്തിയവർ ഒന്നൊന്നായി സ്ഥലം വിട്ടു തുടങ്ങി. ഇദ്ദേഹമാണ് നമ്മുടെ ഭരണഘടനാ ശില്പി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയുടെ ശില്പി, നമുക്കെല്ലാം അഭിമാനമായ നമ്മുടെ അംബേദ്കർ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ അംബേദ്കറുടെ ജീവിതകഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ഗുഡ് ബൈ.